നമ്മുടെ മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. 100 രൂപ മാസമാണ് അതിന് ടോക്കൺ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോ മങ്കടമണ്ഡലത്തിലെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതി സംസ്ഥാന തലത്തിൽ, അതൊക്കെ ഒരുപക്ഷെ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ്. അല്ല, ഇത് സംസ്ഥാനത്തിനല്ല, കേന്ദ്രത്തിന്റെ ഒരു ഫണ്ടാണ്. തിരൂർക്കാട് മുതൽ മങ്കട അതുപോലെ തന്നെ ആനക്കയത്തേക്കുള്ള റോഡ് 26 കോടി രൂപയാണ് ഇന്നലെ ഞങ്ങൾക്ക് പാസ്സാക്കി കിട്ടിയെന്നാണ് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ MP ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. 26 കോടി രൂപ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയും. 10-15 വർഷം മുമ്പേ അത് പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നു. 15 വർഷം മുമ്പേ പിന്നെ ഉണ്ടാക്കിയ റോഡാണത്. മന്ത്രിയെ കണ്ട് നിയമസഭയിലൊക്കെ പല പ്രാവശ്യം അവതരിപ്പിച്ചിട്ട് ഒരു നയ പൈസയും കിട്ടില്ല. വരാമെന്ന് പറയാന്നല്ലാതെ ഈ അടുത്ത കാലത്ത് ഒരു 4 കോടി രൂപ അതിന് തന്നിരുന്നു. പക്ഷെ അതിന്റെ വർക്കുകളൊന്നും ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അതിന്റെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 26 കോടി രൂപ ലഭിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് ഗംഭീരമായിട്ട് പണി തീർക്കാൻ കഴിയുന്നതന്നെ ഞങ്ങൾ പ്രതീക്ഷ. മങ്കടയിലെ മറ്റ് പദ്ധതികൾക്ക് ഇപ്പൊ സംസ്ഥാന ബജറ്റിൽ 3 കോടി ചാത്തലിക്കുണ്ടിന്റെ കാര്യം പറഞ്ഞ്, കൂടാതെ പല റോഡുകൾ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ MLA പരിശ്രമ ഫലമായി ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. അതിനും കൂടിയുള്ള ഫണ്ടുകൾ അല്ല, അത് തന്നെ MLA എഴുതി കൊടുക്കുന്നതാണല്ലോ ബഡ്ജറ്റ് വരുന്ന. പിന്നെ ഇത് മങ്കടയിലെ പ്രധാനപ്പെട്ട 4 റോഡുകളാണ് ഇപ്പൊ 50 ലക്ഷം വീതം കിട്ടിയിട്ടുള്ളത്. അത് ചെറിയ ചെറിയ റോഡുകളാണ്. പ്രധാനമായിട്ടും 2 റോഡുകളെ ബന്ധിപ്പിക്കുന്ന ജോയിനിങ് റോഡുകൾസാണ്. അത് ഒരു സംശയമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നതിന് പ്രതീക്ഷ. പ്രധാനമായിട്ട് കുറെ ആവശ്യങ്ങൾ ബഡ്ജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് വെറുതെ അതിന് കണ്ണടക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. 100 രൂപ മാസമാണ് അതിന് ടോക്കൺ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനും അതുപോലെ തന്നെ അങ്ങാടിപ്പുറത്തുള്ള പിന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പിന്നെ പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള മുനിസിപ്പൽ ചെയർമാൻ എല്ലാവരുടെയും പോയി ഇപ്പൊ ആരംഭിക്കുന്നു പറഞ്ഞ് ഒന്നും നടന്നില്ല. പല പ്രാവശ്യം പിന്നെ വലിയ വലിയ നേതാക്കന്മാർ, പാലോളി, അതുപോലെ തന്നെ ഇവിടെയുള്ള ശശികുമാറൊക്കെ അടക്കമുള്ള കുറെ അധികം ആൾക്കാർ മന്ത്രിയായിട്ട് പോയി എന്നുള്ളത് മിച്ചം. ഇതുവരെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സംശയമല്ല, നമ്മളെ ഗവൺമെന്റ് മാറി വരികയാണെങ്കിൽ ഒരു സംശയമില്ല, അത് ഞങ്ങളെ പ്രധാന ഒരു പ്രവൃത്തിയായിട്ട് ഏറ്റെടുത്ത പെട്ടെന്ന് തന്നെ നടക്കുന്നത്.